കൃപാസനത്തെ അൾത്താരയിൽ വന്ന് സാക്ഷ്യം പറയുവാൻ അനുവദിച്ച എൻ്റെ ഈശോയ്ക്കും മാതാവിനും കോടാനുകോടി നന്ദി പറയുന്നു. എൻ്റെ പേര് റോസ്ലി. തൃശ്ശൂരിലുള്ള പറപ്പൂരിൽ നിന്നാണ് വരുന്നത്. പറപ്പൂര് ഫാദറിനെയാണ്. എൻ്റെ മകൾക്ക് വേണ്ടിയാണ് സാക്ഷ്യം പറയുന്നത്. മകൾക്ക് 5.5 വർഷമായിട്ടും ഒരു കുഞ്ഞുണ്ടായിരുന്നില്ല. ഡോക്ടറെ കാണിക്കുമ്പോൾ ഒരു കുഴപ്പമില്ല എന്നാണ് പറഞ്ഞിരുന്നത്. ഗർഭം ഉണ്ടാവും, 1.5 മാസമാകുമ്പോൾ അബോർഷനാവും. അങ്ങനെ 4ാമതുണ്ടായത് ട്യൂബിലായിരുന്നു. ആ ട്യൂബിലുള്ളത് ഡോക്ടർ പറഞ്ഞു ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്നിട്ട് 1 ഇഞ്ചക്ഷൻ ചെയ്ത് എന്നിട്ട് മാറിയില്ല. മോളോട് പറഞ്ഞു മാതാവിനോട് പ്രാർത്ഥിക്കുക, ഈശോയുടെ മാതാവിൻ്റെ കാഴ്ചരൂപം മോളെ കൊണ്ട് മുത്തിപ്പിച്ചു. അതിന് പിന്നാലെ തന്നെ മോൾക്കത് കുറഞ്ഞു വന്നു. അതിനുശേഷം ഉണ്ടായതാണ് ഈ കുഞ്ഞുമോള്. എനിക്ക് ഈ ധ്യാന കേന്ദ്രത്തിനെ കുറിച്ച് കൂടുതൽ അറിവ് കിട്ടിയത് ഈ കൃപാസന പത്രം വീടുകളിൽ കൊണ്ടുവന്നിട്ടാണ്. അതുവഴിയായിട്ട് എൻ്റെ വീട്ടിലുള്ള അടുത്തുള്ളവരും എല്ലാവരും കൂടെ ഇതിലേക്ക് പങ്കുകൊള്ളാറുണ്ട്. ഞാൻ ഈ ധ്യാന കേന്ദ്രത്തിൽ വന്ന് ഉടമ്പടി എടുത്തപ്പോൾ എനിക്ക് കൂടുതൽ ഇഷ്ടമായത് ദിവസവും പള്ളിയിൽ പോകുവാനും ദിവസവും ബൈബിൾ വായിക്കുന്നതിനും അതുപോലെ തന്നെ കാരുണ്യ പ്രവൃത്തി ചെയ്യുന്നതിനും പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുന്നതിനുള്ള കാര്യങ്ങൾ ഒരു ധ്യാന കേന്ദ്രത്തിൽ ഞാൻ കേട്ടിട്ടില്ല. എനിക്കത് നല്ല ഇഷ്ടമായി. ഞാൻ അടുത്തുള്ളവരോടൊക്കെ പറയും നല്ല ധ്യാനമാണ്, നിങ്ങൾ അങ്ങോട്ട് പോകണമെന്ന് പറയും. അതുപോലെ തന്നെ എൻ്റെ മകൾക്ക് മാതാവ് എല്ലാവിടെയും ഉള്ളതല്ലേ അമ്മ, എന്തിനാ മോളല്ല, അവിടെ നല്ല പ്രത്യക്ഷീകരണം ഉണ്ട് ഉണ്ണിയെ, അതുകൊണ്ട് നമുക്ക് അവിടെ പോയി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞ് അങ്ങനെയാണ് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തത്. ഉടമ്പടി എടുത്ത് 4 പ്രാവശ്യം പുതുക്കി. 4ാമത്തെ പ്രാവശ്യമാണ് മകൾക്ക് ഗർഭമുണ്ടായത്. ആ ഉണ്ണീനെ ദൈവം കേടുകൂടാതെ ഞങ്ങൾക്ക് തന്നു. നല്ല ദൈവത്തിന് 1000 നന്ദി. നേരത്തെ മകൾക്ക് എന്തെങ്കിലും വിഷമങ്ങൾ വരുമ്പോൾ മകൾക്ക് ബെഡ് റെസ്റ്റ് ആയിരുന്നു. അപ്പോൾ ഞാൻ മോളോട് പറയും, മോളെ ഈ തൈലം എടുത്ത് മോളുടെ വയറുമൊക്കെ പെരട്ടെ, നെറ്റിയും പെരട്ടെ, നല്ലതാണ്. മാതാവിനോട് വിശ്വസിച്ചിട്ട് പ്രാർത്ഥിച്ച മാതാവ് നല്ല ഉണ്ണീനെ നമുക്ക് തരും. അതുവഴിയായിട്ട് മോൾക്ക് അതുപോലെ തന്നെ ഉപ്പ് മോള് എന്തെങ്കിലും തൊണ്ടയിൽ അവൾക്ക് തൈറോയിഡിന് ഉണ്ടായിരുന്നു. മോളിടയ്ക്ക് ഉപ്പ് വായിലിട്ട് കഴിക്കാറുണ്ട്. അതുപോലെ തന്നെ ഞാനും എൻ്റെ വീടിന് ചുറ്റും, അതുപോലെ അംഗൻവാടിയിൽ ടീച്ചറാണ്, അതിന് ചുറ്റും എനിക്ക് നല്ല ശത്രുക്കളുണ്ടായിരുന്നു. അപ്പം ഞാൻ ആ ഉപ്പ് 4 അതിർത്തികളിലും ഞാൻ ഇട്ടിരുന്നു. അങ്ങനെ എനിക്ക് നല്ല മാതാവിനോട് സ്വതവേ നല്ല ഭക്തിയുള്ള ആളാണ്. ഇവിടെ വന്നപ്പോൾ കൂടുതൽ ഇഷ്ടമായി. ദൈവത്തിനും ഈശോയ്ക്കും 1000 നന്ദി. എനിക്ക് കുഞ്ഞിനെ നൽകി അനുഗ്രഹിച്ച ഈശോയ്ക്കും അമ്മ മാതാവിനും 1000 നന്ദി. ലൂക്കാ 17:6. നിങ്ങൾക്കൊരു കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ സിക്കമിന് വൃക്ഷത്തോട് ചുവടോടെ ഇളകി കടലിൽ ചെന്ന് വേരുറയ്ക്കുക എന്ന് പറഞ്ഞാൽ അത് നിങ്ങളെ അനുസരിക്കും. റോസ്ലി വിൻസെൻ്റ് എന്ന ഈ സഹോദരി തൻ്റെ കുടുംബത്തോടൊപ്പം ചേർന്ന് കുടുംബത്തിൽ ലഭിച്ച ഒരു കുഞ്ഞിനെ പ്രതി അമ്മ മാതാവിനും ഈശോയ്ക്കും നന്ദി പറഞ്ഞ് സാക്ഷ്യപ്പെടുത്തുകയാണ്. വിവാഹ ജീവിതത്തിൻ്റെ 5.5 വർഷം കുഞ്ഞുങ്ങളില്ലാതെ വിഷമിച്ച ദമ്പതികൾ അമ്മയുടെ കൃപയാൽ ഉടമ്പടി എടുത്ത നിയോഗം സമർപ്പിച്ച് നൃത്തവസ്തുക്കൾ ഉപയോഗിച്ചു തുടങ്ങി ചുരുക്ക ദിവസങ്ങൾക്കുള്ളിൽ ഉദരത്തിൽ കുഞ്ഞിനെ ഉരുവാക്കി നൽകിയ ദൈവത്തിന് കുടുംബം ഒരുമിച്ച് അമ്മയുടെ തിരുനടയിൽ നന്ദി പറയുന്നു. ഉടമ്പടി ജീവിതത്തിൻ്റെ ഒരു പ്രത്യേകത, നമ്മൾ ഉടമ്പടി എടുക്കുമ്പോൾ നമ്മുടെ ജീവിതം തുടങ്ങുകയാണ്. സാധാരണ ധ്യാന കേന്ദ്രങ്ങളിൽ അവിടെ ധ്യാനം വിട്ട് പുറത്തേക്കിറങ്ങുമ്പോൾ ധ്യാനം അവസാനിക്കുകയാണ്. എന്നാൽ ഇവിടെ ഉടമ്പടി എടുത്ത് നിങ്ങൾ ഈ ആലയത്തിൽ നിന്ന് പുറത്തേക്കിറങ്ങുമ്പോഴാണ് ശരിക്കും ഉടമ്പടി ജീവിതം നിങ്ങൾ ആരംഭിക്കുന്നത്. അവിടെയാണ് കമ്മിറ്റ്മെൻറ്റ്സുകൾ നമ്മൾ എത്രത്തോളം വിലയുള്ളതാണെന്ന് മനസ്സിലാക്കുന്നത്. നിങ്ങളെ നോക്കുവാൻ ആരുമില്ല, പുറകെ നിന്ന് പറയുവാൻ ആരുമില്ല, നിങ്ങളിങ്ങനെ ജീവിക്കണമെന്ന് നിങ്ങളെ നിർദ്ദേശിക്കുവാൻ ആരുമില്ല. മറിച്ച് നിങ്ങൾ ഈശോയുടെയും അമ്മ മാതാവിൻ്റെയും തിരുനടയിൽ വ്യക്തിപരമായി സ്വതന്ത്രമായി സ്വന്തം ഇഷ്ടത്തോടു കൂടി ദൈവനാമത്തെ മഹത്വപ്പെടുത്തുവാനും ജീവിതത്തിൽ വലിയ കാര്യങ്ങൾ നേടുന്നതിന് വേണ്ടി നിങ്ങൾ കൊടുത്തിരിക്കുന്ന വ്യക്തിപരമായ കമ്മിറ്റ്മെൻ്റാണ് ഉടമ്പടി ജീവിതത്തിൻ്റെ മാറ്റം നിർണ്ണയിക്കുന്നത്. അമ്മച്ചി അതാണ് ഈ അൾത്താരയിൽ സൂചിപ്പിച്ചത്. ഉടമ്പടി എടുത്തപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടത് എല്ലാ ദിവസവും ദേവാലയത്തിൽ പോകുവാൻ എനിക്ക് പ്രചോദനമായി, എല്ലാ ദിവസവും ബൈബിൾ വായിക്കുവാൻ എനിക്കത് ഇഷ്ടമായി, പ്രചോദനമായി, എനിക്ക് നന്മ പ്രവൃത്തികൾ ചെയ്യുവാൻ എനിക്ക് പ്രചോദനമായി. ഇത് നമ്മളിൽ നിന്നും ഉടമ്പടി ആവശ്യപ്പെടുന്നതാണ്. ഉടമ്പടി ജീവിതത്തിലേക്ക് വരുമ്പോൾ നമ്മളോട് ചോദിക്കുന്നത്, ഇത്ര നാൾ ജീവിച്ചതുപോലെയാണോ ഇനിയും നീ ജീവിക്കേണ്ടത്? നിൻ്റെ ജീവിതം എങ്ങനെയാണ് നീ മാറ്റേണ്ടത്? നിനക്ക് ദൈവതിരുസന്നിധിയിലുള്ള മെറിറ്റ് എന്താണ്? നിൻ്റെ മെറിറ്റ് പരിശോധിക്കുവാൻ സമയമായില്ലേ എന്ന്. പ്രിയമുള്ളവരെ, നമ്മൾ സ്വയമേവ
സന്നദ്ധതയിൽ, ദൈവസന്നിധിയിൽ വിശ്വസ്തയോടുകൂടി ഉടമ്പടി ജീവിക്കുവാൻ ആഗ്രഹിക്കുമ്പോൾ യേശുവുമായി വ്യക്തിപരമായ ബന്ധമുള്ളവരായി മാറുന്നു. ഒരു ദിവ്യബലിയിൽ പങ്കെടുക്കുക എന്നതിൻ്റെ അർത്ഥം എൻ്റെ കർത്താവ്, എൻ്റെ ഈശോ എൻ്റെ കർത്താവാണെന്ന്, എൻ്റെ രക്ഷകനാണെന്ന്, അവൻ എനിക്ക് വേണ്ടി പാടുപെടകൾ സഹിച്ച് മരിച്ചുവെന്ന്, എനിക്ക് സ്വർഗം വീണ്ടു തരുവാൻ, നിത്യതയിലേക്ക് എന്നെ കൂട്ടിക്കൊണ്ടു പോകുവാൻ അവൻ ഉദ്ധാനം ചെയ്തുവെന്ന് ഞാൻ വിശ്വസിക്കുന്നതാണ് ഓരോ ദിവ്യബലിയിലും. അവൻ ദിവ്യകാരുണ്യമായി എൻ്റെ ഉള്ളിൽ വസിക്കുമ്പോൾ എൻ്റെ ജഡികാശക്തികളിൽ നിന്ന്, എൻ്റെ പാപവാസനകളിൽ നിന്ന്, എൻ്റെ കലഹത്തിൻ്റെയും കർക്കശത്തിൻ്റെയും പിടിവാശിയുടെയും സ്വാർത്ഥതയുടെയും ജീവിത രീതികളിൽ നിന്ന് ഞാൻ മാറുകയും അവൻ വളരുകയും ചെയ്യും. അവൻ്റെ നന്മകൾ, അവൻ്റെ കൃപകൾ, അവൻ്റെ ജീവിത രീതി അതെന്നിൽ വളർത്തുന്നതിന് വേണ്ടി സ്വയം ഞാൻ എന്നെ തന്നെ വിട്ടുകൊടുക്കുമെന്ന് പറയുന്നതാണ് ഒരു ദിവ്യകാരുണ്യ സ്വീകരണം. ഓരോ കുംഭസാരത്തിലും അനുതപിച്ചുകൊണ്ട് എൻ്റെ കർത്താവിനെ വേദനിപ്പിച്ചതിനെ പ്രതി ഞാൻ ഏറ്റവും എളിമയോടുകൂടി എൻ്റെ ആത്മാവിനെ കഴുകി ശുദ്ധീകരിക്കുകയാണ്. ഓരോ തവണ വചനം വായിക്കുമ്പോഴും ദൈവം നമ്മോട് സംസാരിക്കുന്നു. വചനത്തിലൂടെ എന്താ നീ നടക്കേണ്ട വഴി, എങ്ങനെയാണ് നീ ജീവിക്കേണ്ടേ, ഇപ്പം എന്താ നിൻ്റെ ജീവിതത്തിൻ്റെ പ്രശ്നം, വചനത്തിലൂടെ നിരന്തരം ദൈവം നമ്മളോട് സംസാരിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ കുറേ കൂടി കൃപയുള്ളതായി, കരുത്തുള്ളതായി മാറ്റിത്തരുന്നു. പ്രിയമുള്ളവരെ, ഉടമ്പടി ജീവിതത്തിൻ്റെ പ്രത്യേകത അതാണ്. ഓരോ ദിവസവും നിന്നെ ശാക്തീകരിക്കുന്ന, ദൈവാത്മാവിൻ്റെ പ്രവർത്തനങ്ങളിലേക്ക് നിൻ്റെ ജീവിതത്തെ നയിക്കുന്ന, ദൈവസ്വരം കേട്ടുകൊണ്ട് നിൻ്റെ ജീവിതത്തിൻ്റെ കുറവുകളെ മാറ്റിക്കൊണ്ട് കൃപയാൽ നിറയ്ക്കപ്പെടുന്ന ഒരു ജീവിതശൈലിയിലേക്ക് ഉടമ്പടി നമ്മളെ കൂട്ടിക്കൊണ്ടുവരികയാണ്. അങ്ങനെ നമ്മൾ ദൈവത്തിൻ്റെ വഴികളിൽ നടന്നു തുടങ്ങുമ്പോൾ ദൈവം നമ്മുടെ വഴികളിൽ അനുഗ്രഹം ചൊരിയും. അതിൻ്റെ അടയാളമാണ് ഓരോ ഉടമ്പടി സാക്ഷ്യവും. ഈ കുടുംബത്തിന് ഒരുപക്ഷെ അസാധ്യമെന്ന് ഏറെ നാളായി ക്ലേശിച്ച് ഒത്തിരി പേരുടെ മുമ്പിൽ മറുപടി പറഞ്ഞ് സങ്കടപ്പെട്ട് ഒക്കെ പോയ കുടുംബത്തിന് ഉടമ്പടിയുടെ അല്പനാളുകൾക്കുള്ളിൽ ദൈവം അനുഗ്രഹിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം ഞാൻ നിങ്ങളെ കാണും, ഞാൻ നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെടും, ഞാൻ നിങ്ങളുടെ കരം പിടിക്കും. എത്ര കണ്ണീരുള്ള ജീവിതമാണോ ആ കണ്ണീര് തുടച്ചുകൊണ്ട് നിൻ്റെ ജീവിതത്തിന് പ്രതീക്ഷയും സന്തോഷവും പകരുവാൻ എനിക്ക് മാത്രമേ സാധിക്കൂ. ഞാനിത് നിനക്ക് കൈമാറുമെന്ന സൗജന്യമായി ഈശോ നൽകുന്ന അനുഗ്രഹത്തിന് നമ്മളെ തന്നെ വിട്ടുകൊടുക്കുവാൻ പറ്റും വിധം ഓരോ ദിവസവും ജീവിക്കുവാൻ ശ്രദ്ധിക്കണമേ. ഈ കുടുംബത്തിന് ലഭിച്ച ഈ അനുഗ്രഹങ്ങൾക്ക് അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് ഉടമ്പടി വിശ്വസ്തതയിൽ ജീവിക്കുവാൻ തീരുമാനമെടുത്ത് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.